വീണ്ടും ഒരു സാരി സെക്ഷനുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചെക്ക് പാറ്റേണിലുള്ള സെറ്റ് സാരികളാണ് കണ്ടത്. അതിനുശേഷം പിന്നെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ കണ്ടു. ഇനി അടുത്ത പാറ്റേൺ വന്നിട്ട് സ്ട്രൈപ്ഡ് ആയിട്ടുള്ള സാരീസ്. ഇത് കംപ്ലീറ്റ് സ്ട്രൈപ്ഡ് ആയിട്ടുള്ള സാരികൾ മാത്രമാണ്, സ്ട്രൈപ്ഡ് സാരീസ് മാത്രം. അപ്പോൾ അതിൽ കഴിഞ്ഞ ഓണത്തിന് ഞാനൊരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഈ സെയിം സാരിയിൽ കൊണ്ടുവന്നിരുന്നു. അപ്പം ഇത്തവണ അതിൻ്റെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. ഈ പിങ്ക് ആൻഡ് ഗ്രീൻ നല്ല ഹിറ്റായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഇത്തവണ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന പാറ്റേൺ തന്നെ പിങ്ക് ആൻഡ് ഗ്രീൻ ആണ്. ഇത് ബേബി പിങ്കും ഗ്രീനുമാണ് ഈ ഒരു സാരിയുടെ കോമ്പിനേഷൻ. അപ്പോൾ ഇത് ഫുൾ ബോഡി ഇങ്ങനെ സ്ട്രൈപ്ഡ് ആണ്. ഇതിൻ്റെ കസവ് കാണാനുള്ള ഭംഗി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കസവ്. അപ്പോൾ ഇതേ കസവ് തന്നെയാണ് എല്ലാ സാരിക്കും ഉള്ളത്. എല്ലാ സാരിയുടെയും സെയിം കസവാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു സെറ്റ് സാരിയിൽ പെട്ടതിൻ്റെ ഒക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പം ഫസ്റ്റ് വൺ ഞാൻ ഈ ഉത്തിരിക്കുന്ന ഇതേ സാരി തന്നെയാണ്, ഈ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. ഇത് ഇങ്ങനെ വരും. ഇത് മുന്താണിയിൽ വരുന്ന പോർഷനാണ്. ഇത് ഇതുപോലെ മുന്താണിയിലാണ് വരുന്നത്. ബോഡി വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ സൈഡ് പോർഷനിലായിട്ടായിരിക്കും ഈ ഒരു കര വരുന്നത്. ഇങ്ങനെ വരും ബോഡിയിൽ. ഇത് പല്ലു പോർഷനായിട്ട് വരും. ഇത് സ്ട്രൈപ്ഡ് ആണ് ഈ സാരി കംപ്ലീറ്റ്. ഇതിൻ്റെ എല്ലാ സാരീസും ഇതുപോലെ സ്ട്രൈപ്പ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ഞാൻ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന സെയിം സാരി തന്നെയാണ്. ബ്ലാക്ക് ആണ്. ഇതിന്റെ പാറ്റേൺസ് മാത്രമേ ഇതിന് വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം സ്ട്രൈപ്ഡ് ആണ്. ഇതിന്റെ പാറ്റേൺസിന് മാത്രം വ്യത്യാസമുള്ളൂ. കസവ് സെയിം ആണ്, മെറ്റീരിയൽ സെയിം ആണ്. ഇതിന്റെ പ്രൈസ് വേരിയേഷൻ വരും. കാരണം ഇതിന്റെ കസവിനേക്കാൾ കുറച്ചും കൂടി വീതി കൂടുതലുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിനേക്കാൾ ഒരല്പം പ്രൈസിന് ഒരു കുറച്ച് വേരിയേഷൻ വരും. അത് കസവിന്റെ വീതി അനുസരിച്ചാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാവുന്ന ഒരു ടൈപ്പ് സാരിയാണ്. ഇത് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ ബോഡി ഇങ്ങനെയാണ് വരിക. ഇതാണ് പല്ലു പോർഷൻ. ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. ബ്ലൂ ഒക്കെ തീർന്നു പോയി. ഇപ്പോൾ ബ്ലാക്കും ഒരു മെറൂണും ആണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വിഷുവിനും ഇത് തന്നെ ഉണ്ടായിരുന്നു. അത് ഇത്തവണയും ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് സാരി. ഇത് ഈ സെയിം സാരിയുടെ തന്നെ വേറൊരു കോമ്പിനേഷൻ ആണ്. ഇത് വൈൻ ഷെയ്ഡാണ്. ഇത് വൈൻ പ്ലസ് ഗ്രീൻ ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു വരുന്നത്. ഇത് അതിൻ്റെ ബോഡി. ഇങ്ങനെ ബോഡി വരും. ഇങ്ങനെ പല്ലു പോർഷൻ വരും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് പോകുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ ഇതിന് വൈൻ ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി എടുപ്പ് തോന്നുക. ചെറിയ ബുട്ടാസ് ഉള്ള വൈൻ ഷേപ്പ് ബ്ലൗസ് ആണെങ്കിൽ ഇതിലൂടെ നല്ല മാച്ചിങ് ആയിരിക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഗ്രീൻ ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് വരും. ഈ പിങ്കിൻ്റെ കൂടെ ഗ്രീൻ ആയിരിക്കും മാച്ചിങ്. കാരണം ഇവിടെ വരുന്നത് പിങ്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ബ്ലൗസ് ഇട്ട്. പിങ്ക് ഇട്ടാൽ ഈ ഒരു ലൈൻ മ്യൂട്ടായി പോവും. അപ്പം പെട്ടെന്നൊരു ഇത് കിട്ടത്തില്ല. അപ്പം ഇതാണ് വൈൻ ഷെയ്ഡ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇത് ടു സൈഡഡ് ആണ് ഈ ഒരു പാറ്റേൺ തന്നെ. ഇതിൻ്റെ തന്നെ വൺ സൈഡിൽ ഡബിൾ ലൈൻ ആയിട്ട് വരുന്നതാണ് ഈ ഒരു സാരി. ഇതും എനിക്ക് തോന്നുന്നു ഞാൻ ഇതും വിഷുവിന് കൊണ്ടുവന്ന് തന്നെയാണ്. ഇത് ഞാൻ വിഷുവിന് എടുത്തിട്ടുണ്ടായിരുന്നു. സെയിം തന്നെ. ഇത് തന്നെ ഒരു സൈഡിലാണ് അതിൻ്റെ ഇത് പോകുന്നത്. ബോഡി ഇങ്ങനെ വരും. ഇത് തിരിച്ചാണ്. ഇവിടെ ഗ്രീൻ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിങ്ക് ബ്ലൗസ് ഇടാം. ഇതാണ് നെക്സ്റ്റ് സാരി. ഇതൊക്കെ ഭയങ്കര രസമാണ്. ഇതൊക്കെ നല്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ഇതൊക്കെ കോളേജിൽ പോകുന്നവർക്കോ മറ്റേ കുറച്ചും കൂടി ഇതായിട്ടുള്ളവർക്കോ ഒക്കെ എന്ന് വെച്ചാൽ ഇതിന് അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഇത് എല്ലാവർക്കും സൂട്ടാവുന്ന ഒരു കളറാണ്. ഈ ഒരു പാറ്റേണിൽ ഈ
എല്ലാത്തിനും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് കോമൺ ടൈപ്പാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി പ്രൈസ് കുറവാണ്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കോട്ടനേക്കാളും കുറച്ചും കൂടി എന്താണ് ഇഴയെടുപ്പം കുറവാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് കുറച്ച് കുറവാണ് ഇതിനേക്കാളും. അത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഈ ഒരു കസവിൻ്റെയും കൂടി ഡിഫറൻസ് നോക്കുമ്പോൾ അറിയായിരിക്കും. പക്ഷെ ഇത് ഒരു സ്റ്റാൻഡേർഡ് കളർ തന്നെയാണ്. ഇത് മെറൂണാണ്. ഇത് മെറൂൺ ഷെയ്ഡാണ്. ഇതിങ്ങനെ പല്ലു പോർഷൻ പോകും, ഇത് ബോഡിയിൽ പോകും. ഇതിൻ്റെ ലൈൻസ് കുറച്ചുകൂടി ഗ്യാപ്പ് കൂടുതലാണ്. ഇത് കുറച്ചും കൂടി അടുത്തടുത്ത ലൈൻസ് ആണ്. ഇത് കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടി ഒരു ഓഫ് വൈറ്റ് ആണ്. ഇത് നല്ല വൈറ്റ് ആണ്. ഇത് കുറച്ചുകൂടി ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇത് മെറൂണാണ്. ഇതൊക്കെ നല്ലതാണ്. നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. ഇതൊക്കെ എല്ലാം നല്ലതാണ്. ഇത് കുറച്ചുകൂടി ട്രഡീഷണൽ ഹാൻഡ്ലൂമിലൊക്കെ വരുന്ന ടൈപ്പ് സെറ്റ് സാരിയാണ്. ആ സെയിം സാരിയുടെ തന്നെ ഇത് പ്യുവർ റെഡ് ആണ്. ഇത് പ്യുവർ റെഡ് ആണ്. മറ്റേത് മെറൂൺ ആണ്. ഇത് ചില്ലി റെഡ് ആണ്. ചില്ലി റെഡ്, ചെറി റെഡ്, നല്ല ബ്രൈറ്റ് റെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് അതുപോലത്തെ ഒരു സാരിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ട്രഡീഷണൽ ഇതൊരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. ഇത് എപ്പോഴും എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. നേരത്തെ കാണിച്ച അതേ ബ്ലാക്കിന്റെ ഡാർക്ക് റെഡ് ആണ്. ഇത് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ഒരു ഡാർക്ക് റെഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെയൊക്കെ ബോർഡർ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ രസമല്ലേ കാണാൻ. ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഇതിന് ബോട്ടിൽ ഗ്രീൻ ബ്ലൗസ് നിങ്ങൾക്ക് ഇടാം. ഈ റെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇതേ കളർ തന്നെ ഉണ്ടോ നിർബന്ധമില്ല. മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഇതിന്റെ ബോഡിയിൽ വരുന്ന ബോർഡർ ഇങ്ങനെയും വരും. ഇതാണ് നേരത്തെ കാണിച്ച ബ്ലാക്കിന്റെ തന്നെ സെയിം തന്നെ അതിന്റെ റെഡാണ്. ഒരെണ്ണം വന്ന ഡിഫറെൻ്റ് ആണ്. ഇത് അധികം പീസുകളില്ല. ഇതിനി അവൈലബിൾ ആവുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ കിട്ടാതെ പോയാൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അവൈലബിൾ ആക്കാൻ ശ്രമിക്കാം. ഇത് ഡബിൾ ലൈനാണ്. ഇത് മുന്താണിയിൽ, അതായത് ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെ ഡബിൾ ലൈനാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ടിഷ്യൂ പോലെ, അതായത് ഇതിൻ്റെ ഇടയിൽ വരുന്ന പോർഷൻ ടിഷ്യൂ പോലെയാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കണ്ടോ, ഇതൊരു ടിഷ്യൂ പോർഷൻ പോയതുപോലെയാണ്. രണ്ട് ലൈനായിട്ടാണ് വരുന്നത്. പക്ഷെ ബോഡിയിൽ ഇങ്ങനെ വരുന്നുള്ളൂ. ഇതിൻ്റെ ലൈൻസും ഇതിനേക്കാളും കുറച്ചും കൂടി മൈക്രോ ലൈൻസ് ആണ്. കുഞ്ഞ് ലൈൻസ് വളരെ അടുത്തടുത്തടുത്ത് അങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പോയേക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നത് രണ്ട് ലൈനായിട്ടാണ് വരുന്നത്. കുറച്ചും കൂടി റിച്ച് പല്ലുവാണ്. ഇങ്ങനത്തെ ഒരു പല്ലു. നല്ല വർക്ക് ചെയ്ത ബ്ലൗസൊക്കെ ഇടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെഡ്ഡിങ് ബ്ലൗസ് വർക്ക് ചെയ്ത ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓണം ആഘോഷിക്കുന്നവർക്കൊക്കെ ഈ സെറ്റ് സാരി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഒക്കെ ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ കുറേയൊക്കെ പീസ് പോയതാണ്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കളറേ ഇരിപ്പുള്ളൂ. ഇനി അവൈലബിൾ ആവുമെന്ന് അറിയില്ല. ചോദിച്ചിട്ട് ഞാൻ ആരെങ്കിലുമൊക്കെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഞാനിത് അവൈലബിൾ ആക്കാൻ പറ്റുമോ നോക്കാം. ഇനി ലാസ്റ്റ് വൺ, ഇതും ഞാൻ വിഷുവിന് കൊണ്ടുവന്ന് തന്നെയാണ്. ഇത് ഒരു പിസ്ത ഗ്രീനും ബ്ലാക്കുമാണ്. പിസ്ത ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. ഈ ഗ്രീൻ തന്നെയാണ്, അതിനോട് ബ്ലാക്ക് ലൈനാണ് ഇങ്ങനെ തോന്നുന്നത്. ഇതിൻ്റെ കസവ് നല്ല കസവാണ്. ഇത് കുറച്ചും കൂടി ഒരു സട്ടിൽ കസവാണ്. ഇതിന് കുറച്ചും കൂടി ഒരു ഷൈനിങ് ഉണ്ട്. ഇതിൻ്റെ കസവിന് അല്പം കൂടി ഷൈനിങ് ഉള്ളതാണ്. ഇത് ഇച്ചിരി കൂടി ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള, കുറച്ച് അധികം തിളങ്ങി നിൽക്കേണ്ട, തിളക്കം വേണ്ട കസവിനെന്ന് അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പാറ്റേൺ ആയത്.
ബോഡി ഇങ്ങനെ വരും. ഇങ്ങനെയാണ് അതിൻ്റെ മുകളിലത്തെ പോർഷൻ. നമ്മുടെ ഇങ്ങനെ വരുന്ന കര വരും. ഇതാണ് വരുന്നത്. ഇത് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല വീഡിയോ, അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കണ്ട് ബോറടിക്കും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ തന്നെ കഴിഞ്ഞ തവണ ചെക്ക് പാറ്റേണിലുള്ള പ്ലെയിൻ കസവായിരുന്നു. ഇത്തവണ സ്ട്രൈപ്ഡ് പാറ്റേണിലുള്ള പ്ലെയിൻ കസവ്. ഇതിൽ കരയൊന്നും വേണ്ട, കളറൊന്നും വേണ്ട, വളരെ സാധാരണ സെറ്റ് സാരി മതി എന്നുള്ളവർക്ക് പറ്റിയൊരു സെറ്റ് സാരിയാണ്. ഇതിൻ്റെ തന്നെ സാധാ പ്ലെയിൻ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്ട്രൈപ്ഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ, ബോഡിയിൽ സ്ട്രൈപ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പ്ലെയിൻ കസവാണ്. നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എന്താണ് സെറ്റ് സാരി കളക്ഷൻസ്. ഇത്രയും ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് എനിക്ക് ഫോട്ടോ അയയ്ക്കാം, സ്ക്രീൻഷോട്ട് അയയ്ക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഇതിൽ ക്ലിയർ ആയിട്ടില്ല, കുറച്ച് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എനിക്കതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ വിത്ത് വീഡിയോ, അതായത് നിങ്ങൾക്ക് ആ സാരി ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു വീഡിയോയും ഫോട്ടോയും കൂടി ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഇത്തവണ ഇത് എല്ലാം കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി കുറച്ച് ഒരു ബിലോ 1000 പോകുന്ന അല്ലെങ്കിൽ ബിലോ 900 പോകുന്ന സെറ്റ് മുണ്ടുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ദെൻ ബൈ.